ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മെക്കാനിക്കലിൻ്റെ തിയറിയിൽ ലാസ്റ്റ് കുറച്ച് വീഡിയോകളിൽ നോക്കിയിരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ഡിഫക്റ്റ് എന്ന ടോപ്പിക്കാണ്. അതായത് വെൽഡിങ്ങിൽ വരുന്ന കേടുപാടുകൾ, അതുപോലെ തന്നെ ആ ഡിഫക്ട്സ് എങ്ങനെ മാറ്റാം, അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ്, അതുപോലെ ആ ഡിഫക്ട്സ് ഏതൊക്കെ രീതിയിൽ വരാതെ സൂക്ഷിക്കാം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ വീണ്ടും തുടരാൻ പോകുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡിഫക്ട്സ്, നമ്മൾ ഇതിലൊരുപാട് ഡിഫക്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ചിത്രസഹിതം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഡിഫക്റ്റിനുള്ള കാരണം എന്താണെന്നും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നുള്ള ഓരോ വീഡിയോയിൽ ഓരോരോ ഡിഫക്റ്റുകളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വെൽഡിംഗ് ഡിഫക്റ്റുകളെന്ന്. അതിലൊന്നാണ് സ്ലാഗ് ഇൻക്ലൂഷൻ, അണ്ടർകട്ട്, പോറോസിറ്റി, ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ, ഓവർലാപ്പ്, അണ്ടർഫില്ല്, സ്പാറ്റർ, എക്സസീവ് കോൺവെക്സിറ്റി, എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റ്, ഇൻകംപ്ലീറ്റ് പെനെട്രേഷൻ, എക്സസീവ് പെനെട്രേഷൻ. ഇതെല്ലാം നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള വെൽഡിങ്ങിൽ വരാവുന്ന ഡിഫക്റ്റുകളാണ്. ഓക്കെ, വെൽഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫക്റ്റുകളാണ് പഠിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ നമ്മൾ ഏകദേശം ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് വരെയാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ഓവർലാപ്പ് എന്ന് പറയുന്ന വെൽഡിങ്ങിൽ വരുന്ന ഒരു ഡിഫക്റ്റിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡ് കാണാം, ഓവർലാപ്പ് എന്ന് പേരുള്ള ഒരു സ്ലൈഡ് കാണാം. അപ്പോൾ എന്താണ് ഈ ഓവർലാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ചിത്രം, ഒരു ഓവർലാപ്പിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഓവറായിട്ടൊരു പോർഷൻ വെൽഡ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഓവർലാപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് എന്താണ് ഓവർലാപ്പ് നോക്കാം. An overlap occurs when the molten metal from the electrode flows over the parent metal surface without fusing into it. അതായത് നമ്മുടെ ഇലക്ട്രോഡ്, നമ്മുടെ വെൽഡിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ഉരുകിയതിന് ശേഷം കൃത്യമായിട്ട് ഉരുകിയിട്ട് നമ്മുടെ വെൽഡിനോട് ജോയിൻ്റ് ആവാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഓവർലാപ്പ് എന്നുള്ളത്. സാധാ വെൽഡിങ്ങിനെ പോലെ തന്നെയാണ്. അതിൻ്റെ മേലെ എന്ത് ചെയ്യും, ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിലൊരു കോട്ടിങ് പോലെ നിൽക്കുന്നതിനാണ് ഓവർലാപ്പ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഓവർലാപ്പ് ഉണ്ടാവാനുള്ള കാരണം, കോസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംപ്രോപ്പർ വെൽഡിംഗ് ടെക്നിക്ക്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വെൽഡിംഗ് ടെക്നിക്ക് കൃത്യമല്ല, അത് ഇംപ്രോപ്പറാണ്. പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും, ഓവർലാപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ പറയുന്നതാണ് സ്റ്റീപ്പ് ഇലക്ട്രോഡ് ആംഗിൾ. സ്റ്റീപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെരിഞ്ഞ എന്നാണ്. വളരെയധികം ചെരിഞ്ഞിട്ടാണ് നമ്മൾ ഇലക്ട്രോഡ് പിടിക്കുന്നത് എങ്കിൽ അവിടെ എന്തുണ്ട്, ഓവർലാപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഫാസ്റ്റ് ട്രാവൽ സ്പീഡ്, നമ്മൾ വെൽഡിങ് ചെയ്യുന്ന അവസരത്തിൽ ഇലക്ട്രോഡ് വളരെയധികം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടെയും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, ഓവർലാപ്പ് എന്നുള്ള പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ഈ ഒരു സ്ലൈഡിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിനോട് കൂടെ ഉൾപ്പെടുത്താം. ലോ കറണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കറണ്ട് വളരെ കുറഞ്ഞ അളവിലുള്ള കറണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓവർലാപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ടു ലാർജ് ഡയമീറ്റർ ഇലക്ട്രോഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ വണ്ണം അഥവാ ഡയമീറ്റർ വളരെയധികം കൂടുതലാണെങ്കിലും ഓവർലാപ്പ് എന്നുള്ള ദോഷം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓവർലാപ്പ് എന്നുള്ളത് ഏതൊക്കെ രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാം, അതായത് ഇത് ഏതൊക്കെ രീതിയിൽ വരാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. വന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, വരാതെ ഏതൊക്കെ രീതിയിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പ്രിവെൻഷൻ, ഓവർലാപ്പ് ഈസ് എ കോണ്ടൂർ പ്രോബ്ലം. പ്രോപ്പർ വെൽഡിംഗ് ടെക്നിക് വിൽ പ്രിവെൻറ്റ് ദിസ് പ്രോബ്ലം. നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല കൃത്യമായിട്ടുള്ള, നല്ല പ്രോപ്പറായിട്ടുള്ള വെൽഡിംഗ് ടെക്നിക്ക് അനുസരിച്ചാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഓവർലാപ്പ് എന്നുള്ള ഒരു പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്താ ചെയ്യേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല പ്രോപ്പറായിട്ടുള്ള വെൽഡിംഗ് ടെക്നിക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർലാപ്പ് എന്നുള്ള പ്രോബ്ലം ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ടുള്ള കറണ്ട് സെറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവർലാപ്പ് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും. എന്താണ്, കറക്റ്റായിട്ടുള്ള
കറണ്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആർക്ക് ലെങ്ത്ത്, അതുപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡയമീറ്ററൊക്കെ കൃത്യം, ഇലക്ട്രോഡിൻ്റെ ഡയമീറ്ററൊക്കെ ആവശ്യത്തിനനുസരിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഓവർലാപ്പ് എന്നുള്ളത് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരാതിരിക്കാം എന്നുള്ള കാര്യമാണ്. ഇനി കറക്റ്റീവ് ആക്ഷൻ ഉണ്ട്. കറക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞു, നമ്മൾ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓവർലാപ്പ് എന്നുള്ള ഈ ഒരു ദോഷം ഉണ്ടായി, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പോർഷനാണ് ഓവർലാപ്പായിട്ട് അവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, റിമൂവ് ദ ഓവർലാപ്പ് ബൈ ഗ്രൈൻഡിങ്. ഓക്കെ, ഗ്രൈൻഡിങ് ചെയ്യണം. ഗ്രൈൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ ഈ ഒരു വെൽഡിനെ എഫക്റ്റ് ചെയ്യാതെ വേണം ഗ്രൈൻഡിങ് പ്രോസസ്സ് ചെയ്യാൻ. അതായത് ഒരു സ്കില്ലുള്ള വ്യക്തി മാത്രമേ ഓവർലാപ്പുള്ള കാര്യം കറക്റ്റീവ് ആക്ഷൻ്റെ കൂടെ ഗ്രൈൻഡിങ് എന്ന പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കാതെ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റീവ് ആക്ഷൻ. ഓവർലാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൈൻഡിങ് ചെയ്തിട്ട് ആ ഓവർലാപ്പിനെ ഒഴിവാക്കാൻ സാധിക്കും, അത് കട്ട് ചെയ്ത് മാറ്റാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓവർലാപ്പ് എന്നുള്ള ഇതിൻ്റെ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ നോട്ടിലോട്ട് വരയ്ക്കേണ്ട ചിത്രം ഇതാണ്. ഇപ്പോൾ ഈ ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു 2 പോർഷനും എന്താണ് എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇതിന് ഓവർലാപ്പ് എന്നുള്ള ആ ഒരു നെയിം വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. 2 സൈഡിലേക്കും കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓവർലാപ്പ് എന്നുള്ള ഒരു ഇതിനെക്കുറിച്ച്, ഡിഫക്റ്റിനെ കുറിച്ചും അത് വരാനുള്ള കാരണം എന്താണെന്നും അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യുക, അത് എങ്ങനെ വരാതിരിക്കാമെന്നും അത് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് സേഫായിട്ട് വെൽഡിനെ സ്ട്രെങ്ത്തോടു കൂടി നിർത്താമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി. ഓക്കെ, താങ്ക് യു.